ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. വരാലും കാരിയുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിക്കഴുകിയെടുത്ത് നല്ല നാടൻ രീതിയിൽ മുളകിട്ടൊന്ന് കറി വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വരാലും കാരിയും വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉപ്പും വിനാഗിരിയും കൂടി ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, എന്നാലേ അതിൻ്റെ ഉളുമ്പ് മണം പോത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 സ്പൂണ് മുളക് പൊടി, വലിയ സ്പൂണിന് 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം മീനിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. 3 കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെറു തീയിൽ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശകലം കറിവേപ്പിലയും ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വരാൽ കാരിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.